യുദ്ധമാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ വലിയ സൈനിക ആക്രമണം ആരംഭിച്ചതോടെയാണ് ഈ യുദ്ധം. ഇറാൻ്റെ ആണവശേഷിയും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് നടന്ന ഈ ആക്രമണത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് അയതൊല്ല ഖൊമേനിയുടെ കൊട്ടാരത്തിനടുത്തുള്ള സമുച്ചയം വരെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ശക്തമായ തിരിച്ചടിയാണിപ്പോൾ നൽകുന്നത്. ഇസ്രായേലിനെയും മാത്രമല്ല ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇനി ഒരു രാജ്യത്തിനെതിരായ ആക്രമണമല്ല. ഇറാൻ നേരിട്ട് അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന യുദ്ധമായി മാറിയിരിക്കുന്നു. ഗൾഫ് മേഖലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉള്ളത്. അതേസമയം ദുബായ്, അബുദാബി, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരും അതിൽ വലിയൊരു വിഭാഗം മലയാളികളും താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബഹ്റൈനിലുള്ള അമേരിക്കൻ 5ാം നാവികസേനയുടെ ആസ്ഥാനം ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടന്നതായും അബുദാബിയിലും കുവൈത്തിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും വിവരങ്ങൾ വന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. സംഘർഷത്തിൻ്റെ ഗൗരവം ഇതിലൂടെ വ്യക്തമാകുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ആഘാതം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഗൾഫ് മേഖലയിലെ നഗരങ്ങൾ വരെ യുദ്ധത്തിൻ്റെ ഭീതിയിൽ കഴിയുന്ന അവസ്ഥയാണ്. ഇതിനൊപ്പം മറ്റൊരു വലിയ ആശങ്കയും ഉയരുന്നുണ്ട്. ഇറാനുമായി ബന്ധമുള്ളതായി കരുതപ്പെടുന്ന ഹൂതി, ഹിസ്ബുള്ള, ഹമാസ് എന്നീ സംഘടനകളും ഈ സംഘർഷത്തിൽ സജീവമായി ഇറങ്ങുന്നുണ്ട്. പശ്ചിമേഷ്യ മുഴുവൻ ഒരു വലിയ യുദ്ധഭൂമിയായി മാറാനുള്ള സാധ്യത നിഷേധിക്കാൻ കഴിയില്ല. ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ ഹൃദയഭാഗം തന്നെയാണ് ഗൾഫ് മേഖല. ലോകത്തിലെ വലിയ എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് ഇവിടെയാണ്. യുദ്ധം അവിടെ എത്തുകയാണെങ്കിൽ അതിൻ്റെ ആഘാതം ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലേക്കും വ്യാപിക്കും. എന്നാൽ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഗൾഫ് മേഖലയിൽ യുദ്ധം വ്യാപിച്ചാൽ അവിടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കും? ഇതോടൊപ്പം മറ്റൊരു രാഷ്ട്രീയ ചോദ്യവുമുണ്ട്. ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം വെറും സൈനിക നടപടി മാത്രമാണോ? അല്ലെങ്കിൽ ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള വലിയ രാഷ്ട്രീയ നീക്കം നടക്കാൻ പോവുകയാണോ? അങ്ങനെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് വെറും ഒരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, ലോകശക്തികൾ നേരിട്ടിടപെടുന്ന, ഗൾഫ് മേഖല മുഴുവൻ ബാധിക്കാവുന്ന, ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തികത്തെയും ബാധിക്കുന്ന ഒരു വലിയ സംഘർഷം. അതാണോ? അതിൻ്റെ തുടക്കമാണോ?